ഫോലെ ബാബ എന്നറിയപ്പെടുന്ന സ്വയം പ്രഖ്യാപിത ആൾദൈവം നടത്തിയ തത്സംഗം എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്ത 122 പേര് ഇതിനോടകം തിക്കിലും തിരക്കിലും പെട്ട് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഈ വൻ ദുരന്തത്തെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന യോഗിയും മലയാളികളിൽ ചിലരുടെ സ്വർഗസുന്ദര യുപിയും എങ്ങനെ നേരിട്ടുവെന്ന് കണ്ടാൽ സത്യത്തിൽ ഹൃദയം നുറുങ്ങും. ആധുനിക ഇന്ത്യ തന്നെയാണോ ഇതെന്ന് പലർക്കും സംശയം തോന്നാം. ഇനിയും മരിക്കാത്തവരെയും മരിച്ചവരെയും സർക്കാർ ആശുപത്രികളുടെ മുറ്റത്തും അവിടെ ഇവിടെയുമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ബന്ധുക്കളും മക്കളും അച്ഛനമ്മമാരും അവിടെ കിടന്ന് അലമുറയിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉറ്റവരുടെ ജീവൻ രക്ഷിക്കാനായി മീഡിയകൾക്ക് മുന്നിൽ കേഴുന്നതും കാണാം. ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചിട്ടും സർക്കാർ സംവിധാനങ്ങളും മുഖ്യമന്ത്രിയും എടുത്ത നടപടികൾ ബിഗ് സീറോയാണ്. പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ആശുപത്രികളിൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഡോക്ടർമാർ എത്തിയിരുന്നില്ല. പലയിടത്തും വെറും വിരലിലെണ്ണാവുന്ന ഡോക്ടർമാർ മാത്രമാണ് എത്തിച്ചേർന്നത്. ചിലയിടത്ത് ജൂനിയർ ഡോക്ടർമാർ അല്ലാതെ വേറെ ആരുമില്ല. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പലരുടെയും പ്രാഥമിക ചികിത്സ പോലും ആരംഭിച്ചിരുന്നില്ല. തുടക്കത്തിൽ 30 പേരായിരുന്നു മരിച്ചതെങ്കിൽ ചികിത്സ ലഭിക്കാത്തത് മൂലം മരണസംഖ്യ മണിക്കൂറുകൾ കൊണ്ട് 122 കുതിച്ചു. ഇനിയും ഉയരാനാണ് സാധ്യത. സംഭവ സ്ഥലത്ത് നിന്ന് നാട്ടുകാർ രോക്ഷത്തോടെ വീഡിയോയിൽ പ്രതികരിക്കുന്നത് കാണാമായിരുന്നു. ഒരു മനുഷ്യൻ പോലും ചികിത്സാ സംവിധാനങ്ങളുമായി അവിടെ എത്തിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. കൊല്ലപ്പെട്ടവരെയും പരിക്കേറ്റവരെയും ഗുഡ്സ് ലോറികളിൽ കൂട്ടിയിട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഇറക്കിയത്. പശുവിന് ആംബുലൻസ് ഉണ്ട്, മനുഷ്യർക്കില്ല. യുപിയിൽ ഇപ്പോൾ കാണുന്ന പല കാഴ്ചകളും കേരളത്തിലിരുന്നൊരു മലയാളി കാണുമ്പോൾ അങ്ങേയറ്റം അവിശ്വസനീയമായി തോന്നും. ഇങ്ങനെയും സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ടോ എന്ന് ചിന്തിക്കും. രാഷ്ട്രീയമേതായാലും ഈ സാഹചര്യങ്ങളെ കേരളവുമായി താരതമ്യം ചെയ്ത് നോക്കണം. ഇവിടെയും പല ദുരന്തങ്ങളും നേരിട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ പോർട്ടലുകളിലും കാണുന്ന തള്ളു കണ്ട് കേരളത്തിൽ നിന്ന് BJPക്ക് വോട്ട് ചെയ്ത് കേരളം നന്നാക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികളോട് ഒന്നേ പറയാനുള്ളൂ: സ്വയം ശവക്കുഴി തോണ്ടരുത്. ഇവിടുത്തെ നികുതി പണത്തിൻ്റെ ഭൂരിഭാഗവും പോകുന്നത് ഉത്തർപ്രദേശിലേക്കും ബീഹാറിലേക്കും ഒക്കെയാണ്. അവിടുത്തെ കഥയാണ് ഈ കാണുന്നത്. ഭരിച്ചു നന്നാക്കിയ ഇതിൻ്റെയൊക്കെ അവസ്ഥ കാണുമ്പോൾ കേരളം എന്ന സ്വർഗത്തിൽ ജീവിക്കാൻ ഭാഗ്യം ചെയ്തവരാണ് മലയാളി സമൂഹം. ഹത്രസിൽ നിന്നുള്ള ഒരൊറ്റ ഫോട്ടോ പോലും ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം ഹൃദയഭേദകമാണ്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി നിയമങ്ങൾക്ക് വിരുദ്ധമായതിനാൽ അക്കൗണ്ട് ബാൻ ചെയ്യപ്പെട്ടേക്കാം. ഒരു സാധാരണ പോലീസുകാരനിൽ നിന്ന് ആൾദൈവത്തിലേക്ക് നാരായൺ സഗർഹരി ഫോലെ ബാബ എന്ന സൂരജ് പാൽ സിംഗിൻ്റെ വളർച്ചയ്ക്കെടുത്തത് 30 വർഷമാണ്. UP, ഉത്തരാഖണ്ഡ്, ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഭക്തരുള്ളത്. മറ്റ് ആൾദൈവങ്ങളെപ്പോലെ സമൂഹ മാധ്യമങ്ങളിൽ അത്ര സജീവമല്ല. അംഗരക്ഷകരുടെ പട തന്നെയുണ്ട് ബാബയ്ക്കൊപ്പം എപ്പോഴും. വെളുത്ത കുർത്തയും പൈജാമയുമാണ് ഇഷ്ടവേഷം. ആഡംബര വസതിയിലാണ് താമസം. 60ഓളം കാറുകളുടെ അകമ്പടിയോടെയാണ് ബാബ ഫുൾറയിലെത്തിയത്. പ്രാർത്ഥനാ യോഗങ്ങളിൽ വിവാഹം ആശീർവദിക്കാറുണ്ട്. ഫുൾറയ്ക്ക് സമീപം 2012 ബാബ പ്രാർത്ഥനാ സമ്മേളനം നടത്തിയിരുന്നു. അന്ധവിശ്വാസം പരത്തുന്ന ബാബയെ അറസ്റ്റ് ചെയ്യണം. വ്യക്തമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതാണ് ദുരന്തത്തിന് ഇടയാക്കിയത്. പണമെല്ലാം അയാൾ കൊണ്ടുപോകും. വരുന്നവർക്ക് ഭക്ഷണം നൽകേണ്ട ചുമതല ശിഷ്യർക്കാണ്. ഈ മാസം 14-ാം തീയതി ആഗ്രയിൽ ബാബയുടെ പ്രാർത്ഥനാ സമ്മേളനം നടക്കേണ്ടതായിരുന്നു. പല ഭാഗങ്ങളിലായി ആഴ്ചയിൽ 1 വീതം ഇത്തരം സമ്മേളനങ്ങൾ നടത്തുകയാണ് പതിവ്. ബാബയുടെ പാദങ്ങൾ പതിഞ്ഞ സ്ഥലത്തെ മണ്ണ് ശേഖരിക്കുന്നതിന് ഭക്തർ മത്സരമാണ്. ചൊവ്വാഴ്ചത്തെ ദുരന്തത്തിൻ്റെ പ്രധാന കാരണം ഈ മണ്ണ് ശേഖരിക്കാൻ നടന്ന ശ്രമമാണെന്ന് കരുതുന്നു. ഇയാൾ ഭൂമി കയ്യേറിയെന്ന ആരോപണം നേരിടുന്നുണ്ട്. UP പോലീസിൽ 18 വർഷത്തോളം കോൺസ്റ്റബിളായിരുന്ന സൂരജ് പാൽ 1990-ലാണ് സ്വയം വിരമിച്ചത്. UPയിലെ കാസ്ഗഞ്ച് ജില്ലയിലെ ബഹദൂർ നഗർ ഗ്രാമത്തിലെ ദളിത് കുടുംബാംഗമാണ് സൂരജ് പാൽ സിംഗ് എന്ന ഫോലെ ബാബ. കുട്ടിക്കാലത്ത് കൃഷിയിൽ പിതാവിനെ സഹായിച്ചിരുന്നു. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥനായി. ഉത്തർപ്രദേശ് പോലീസിലെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺസ്റ്റബിളായിരുന്നു. 17 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണ് ആത്മീയ ജീവിതത്തിലേക്ക് കടന്ന് ആൾദൈവമായി അറിയപ്പെട്ടത്. രാജ്യമെമ്പാടും ലക്ഷക്കണക്കിന് അനുയായികളുണ്ട്. ദൈവത്തിൽ നിന്ന് നേരിട്ട് ശക്തി ലഭിച്ചെന്നാണ് അവകാശപ്പെടുന്നത്. രാഷ്ട്രീയ നേതാക്കളും ഇയാളുടെ ഭക്തന്മാരാണ്.